തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ നിയമപരമായി നേരിടാൻ തീരുമാനം. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ സിപിഐഎമ്മും സിപിഐയും കോൺഗ്രസും കടുത്ത എതിർപ്പുന്നയിച്ചു. നിയമവഴി തേടുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇരു മുന്നണികളും അഭിപ്രായപ്പെട്ടു. SIRൽ നിന്ന് പിന്നോട്ട് പോകരുതെന്നാണ് BJPയുടെ നിലപാട്. പൊതുജനങ്ങളുടെ സംശയം ദൂരീകരിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊപ്പം SIR പ്രായോഗികമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും CPIഎമ്മും CPIയും യോഗത്തിൽ വ്യക്തമാക്കി. നിയമസഭ പാസാക്കിയ പ്രമേയമോ SIRനെതിരെ എതിർപ്പ് അറിയിച്ചയച്ച കത്തിനോ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയില്ലെന്നും കോൺഗ്രസ് പരാതി ഉന്നയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും SIRഉം ഒന്നിച്ചു നടക്കുന്നത് ദൗർഭാഗ്യകരമാണ്. BLOമാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജോലികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കണം, അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനാണ് SIR. അങ്ങനെ SIR നടപ്പാക്കുമ്പോൾ എന്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, എന്ത് മറ്റു തെരഞ്ഞെടുപ്പ്? 2024 നടക്കുന്ന അസംബ്ലി ഇലക്ഷനിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ 2025 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അശുദ്ധമാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സാഡിസ്റ്റ് മനോഭാവമാണ്. ജനങ്ങളെ ദ്രോഹിക്കുക, കഴിയുന്നത്ര ആളുകളെ പട്ടികയിൽ ചേർക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമെങ്കിൽ കഴിയുന്നത്ര ആളുകളെ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇത്. കേന്ദ്ര സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ടയുടെ പ്രഖ്യാപനമാണ്. അതേസമയം SIRൽ നിന്ന് പിന്നോട്ടു പോകരുതെന്ന് BJP ആവശ്യപ്പെട്ടു. ഈ രാജ്യത്തെ പൗരന്മാരല്ലാത്ത ആരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകരുതെന്നും പൗരത്വ രജിസ്റ്ററും SIRഉം തമ്മിൽ കൂട്ടിക്കെട്ടരുതെന്നും BJP പറഞ്ഞു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വളരെ വലിയ ക്രമക്കേട് ഈ വോട്ടർ പട്ടികയിലുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. 2026 തെരഞ്ഞെടുപ്പ് SIR നടപ്പാക്കപ്പെട്ടതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായിട്ട് തന്നെ നടക്കണം BJP പിന്തുണയ്ക്കുന്നു. എനിക്ക് ഇടതുപക്ഷത്തിനോടും വലതുപക്ഷത്തിനോടും പറയാനുള്ളത്, ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ളത് മാത്രമല്ല, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവരുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാവരുടെയും സംശയം ദൂരീകരിച്ച് മുന്നോട്ട് പോകുമെന്നും എല്ലാവരുടെയും സഹകരണം വേണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മറുപടി നൽകി. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നു. എല്ലാ ഇൻഎലിജിബിൾ ആയിട്ടുള്ള ആള് ലിസ്റ്റിന് പുറത്താവണമെന്ന് പറയുന്നു. അത് തന്നെയാണ് ഉദ്ദേശം. എല്ലാവരുടെ സഹായം സഹകരണം എല്ലാ സമയത്തും ഉണ്ടാവണം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനാണ് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷങ്ങളുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.